ഹായ് ഫ്രണ്ട്സ്, റാഫ് ഡയറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. വല്ല വിധേനയും ഈ ഫീൽഡിൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ തുറന്നു പറഞ്ഞതാണ്. അപ്പോൾ നിരന്തരം നമുക്ക് ശല്യമായതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഇന്നൊരു കോപ്പിറൈറ്റ് അടിച്ചു കൊടുക്കേണ്ടി വന്നു. ഈ 7 വർഷത്തെ റാഫ് ടോക്ക് ജേണിയിൽ ആദ്യമായിട്ടാണ് ഒരാൾക്കെതിരെ കോപ്പിറൈറ്റ് അടിച്ചു കൊടുക്കേണ്ടി വന്നത്. അതായത് സങ്കടമുണ്ട്, കാരണം അത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ പലതവണ അഭ്യർത്ഥിച്ചു, ഇങ്ങനെ ചെയ്യരുത്, അത് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അടുത്തൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നിർത്തണം എന്ന തരത്തിൽ നമ്മൾ പറഞ്ഞതാണ്, അഭ്യർത്ഥിച്ചാണ്. പക്ഷേ ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, പൂർവാധികം ശക്തിയിൽ നമ്മളെ തകർക്കുക എന്ന ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു ഈ പണി തുടർന്നുകൊണ്ടിരുന്നുകൊണ്ട് മാത്രം ചെയ്തതാണ്. സംഗതി ഞാൻ പറയാം. നമ്മുടെ റാഫ് ടോക്ക് മലയാളം എന്ന് പറയുന്ന ചാനൽ, യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയാലോ, ISLുമായി ബന്ധപ്പെട്ട, കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണ് നമ്മളതിൽ ചെയ്യുന്നത്. ആ വാർത്തകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും ഇടാറില്ല, കൃത്യമായ സോഴ്സുകൾ കിട്ടുന്നതാണ് നമ്മളതിലിടുന്നത്. പല സുഹൃത്തുക്കൾക്ക് അത് ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് അവരുടെ കമൻറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരാൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത്, നമ്മൾ റാഫ് ഡയറിയിൽ എന്ത് വീഡിയോ, റാഫ് ടോക്ക് മലയാളത്തിൽ എന്ത് വീഡിയോ ഇട്ടാലും ഒരു 10 മിനിറ്റ് കൊണ്ട് അത് കൊണ്ടുപോയിട്ട് അതേപോലെ ഒരു മാറ്റവും വരുത്താതെ ഇൻസ്റ്റാഗ്രാമിൽ അയാളുടെ ഒരു KBFC എന്നും പറഞ്ഞ്, അതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല, ആ പേര് ഞാൻ മുഴുവൻ പറയുന്നില്ല. ഇനിയിപ്പോൾ അതുകൊണ്ട് അയാൾക്കൊരു ബുദ്ധിമുട്ടും വേണ്ട. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു പേര് ചേർത്തിക്കൊണ്ട്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒന്നുമല്ല, ഒരു ഒഫീഷ്യലും അല്ല, ആരോ ഉണ്ടാക്കിയതാണ്, സ്ഥിരമായിട്ടിടും. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ വ്യൂവിനെ അത് വല്ലാത്ത രൂപത്തിൽ ബാധിക്കുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ പലരും നമ്മുടെ വീഡിയോകൾ എടുക്കാറുണ്ട്. ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും. കാരണം ഏതെങ്കിലും വീഡിയോയുടെ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് പിന്നെ കുറേ സ്കില്ലും കാര്യങ്ങളൊക്കെ കാണിച്ച് BGM ഒക്കെ ഇട്ട്, അത് ഓക്കെ, സന്തോഷം, നമുക്കും അത് ആസ്വദിക്കാൻ പറ്റും. ഇത് അതിന് പകരം നമ്മളിടുന്ന വീഡിയോ അതേപോലെ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ റേഷ്യോയിലാക്കിയിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അയാൾക്ക് മെസ്സേജ് അയച്ചു, താങ്കൾ സ്ഥിരമായി ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ഇവിടെ റീപോസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം റീപോസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്ഥിരമായി ഇത് തുടർന്നാൽ ഞങ്ങൾ കോപ്പിറൈറ്റ് ക്ലെയിം പോലുള്ള നടപടികളിലേക്ക് കടക്കാൻ നിർബന്ധിതരാകും. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുമല്ലോ. വളരെ മാന്യമായ രൂപത്തിൽ നമ്മൾ പോയി പറഞ്ഞതാണ്, അയാൾക്ക് മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ഇല്ലയെന്ന് മാത്രമല്ല, പൂർവാധികം ശക്തിയിൽ ഇയാളിത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഒരു നിവൃത്തിയുമില്ലാതെ ഇന്നലെ നമ്മൾ ഇടുന്നു, സോണി സ്പോർട്സിൽ ISL കളി കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നു. അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയം മാത്രം എടുത്തുകൊണ്ട് അത് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യേകിച്ച് റാഫ് ടോക്ക് പോലെയല്ല, റാഫ് ടോക്ക് മലയാളത്തിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടാത്തതുകൊണ്ട് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനും പോകും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അതാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റിപ്പോർട്ട് അടിക്കേണ്ടി വന്നു. റിപ്പോർട്ട് കൊടുത്തു. അപ്പം കൃത്യമായിട്ട് മെയിൽ നമുക്ക് വന്നു, നിങ്ങളുടെ റിപ്പോർട്ട് സ്വീകരിച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നുള്ള രൂപത്തിലുള്ള മെയിൽ വന്നു. പിന്നെ ഇന്ന് രാവിലെ നമുക്ക് വീണ്ടും ഒരു മെയിൽ തന്നു. അതിലിങ്ങനെയാണ്: താങ്ക്സ് ഫോർ കോൺടാക്റ്റിംഗ് അസ്, വി റിമൂവ്ഡ് ദി കണ്ടൻറ്റ് യു ഹാവ് റിപ്പോർട്ടഡ് ഫോർ വയലേറ്റിംഗ് അവർ ടേംസ്, വി അണ്ടർസ്റ്റാൻഡ് ദിസ് ആക്ഷൻ ടു റിസോൾവ് യുവർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും മെയിൽ അയക്കുകയും ചെയ്തു. അപ്പോൾ വേണമെങ്കിൽ ആ പേജ് തന്നെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്, കാരണം അത്രയധികം വീഡിയോസ് നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് പോകും. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല, കാരണം അങ്ങനെ നമ്മൾ ചെയ്യൂല. ആരെയും ദ്രോഹിക്കണം നമുക്കില്ല, നമ്മളെ ദ്രോഹിക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താ പറയുക, ഇത് നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടത്തിലപ്പോൾ ഉള്ളത് ഈ ഫീൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കിട്ടുന്ന വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ പിന്നെ ഇത്തരത്തിൽ ദ്രോഹം ചെയ്യരുത്. നിങ്ങൾ എടുക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അറിയാം. ചാനലിൻ്റെ ഓരോ വീഡിയോയുടെ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ആവേശത്ത് പറയുന്നതൊക്കെ എടുത്ത് കുറച്ചുകൂടി ഭംഗിയായിട്ട് നമ്മളെക്കാൾ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് അതിൽ കുറേ സ്കില്ലും കാര്യങ്ങളും വീഡിയോസും ഫോട്ടോസും ഒക്കെ ചെയ്തിടുന്നവരുണ്ടാവും. അതിന് പകരം വീഡിയോ അതേപോലെ ഡൗൺലോഡ് ചെയ്ത് അതേ സമയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് അപ്പുറത്ത് തന്നെ ചെയ്യുന്നത് പാവമല്ലേ, ദ്രോഹമല്ലേ, നമുക്ക് നിലനിൽക്കാൻ പറ്റാത്ത. കാരണം നമ്മൾ ചുറ്റുവട്ടത്ത് നമ്മളോട് കൂടി വീണ്ടും 2-3 പേര് കൂടി ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ദ്രോഹമാണ്. പിന്നെ ഇതൊരു ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾക്കറിയാലോ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, അറിയാവുന്നവർക്കറിയാം. കോപ്പിറൈറ്റ് ഇഷ്യൂ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഇഷ്യൂ ഉണ്ട്. അത് നമുക്ക് ലീഗൽ നടപടികളിലേക്കൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പകരം ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളൊരു വാണിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അയാളുടെ പേരിപ്പോഴും നമ്മൾ പറയുന്നില്ല.
അയാൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്തായാലും അയാൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടി വന്നുകൊണ്ട് ചെയ്തതാണ്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം ക്രിയേറ്റേഴ്സും ബുദ്ധിമുട്ടി ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. സോ നമുക്കിങ്ങനെ കളിയും ആവേശമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാമെന്നേ. ഇതിനർത്ഥം നമ്മുടെ ഒരു വീഡിയോയും ആരും ഒരു ഭാഗവും എടുക്കരുതെന്നല്ല. ഇതിവിടെ അപ്ലോഡ് ചെയ്യുന്നത് അറ്റ് എ ടൈം കൊണ്ടുപോയി ഇടുക, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ അപ്പുറത്തിടുക എന്നൊക്കെ പറയാം. നമ്മുടെ വ്യൂവിനെ അത് വല്ലാത്ത രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു.